അല്ല, ഞാനത് പറഞ്ഞിട്ടിപ്പോൾ പുതിയൊരു വിവാദത്തിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. അത് നേരത്തെ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ ഊഹാപോഹങ്ങളൊക്കെ വന്ന കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഒരാളാണ്. ഇനിയിപ്പം ഞാനത് പറഞ്ഞിട്ട് വീണ്ടും അത് ഇപ്പം ആ സംഘടനയ്ക്കകത്തുനിന്ന് തിരുത്താൻ വേണ്ടി പോകുന്നില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് തിരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ട് ഇനി ആ സംഘടനയ്ക്കകത്തു നിന്ന് തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ പറയാൻ ആളല്ല. ചോദിക്കട്ടെ, അതായത് താങ്കൾ സംഘടനയ്ക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു നേതാവിനെക്കുറിച്ച്, പദവി വഹിക്കുന്ന ഒരാളെക്കുറിച്ച്. എന്തായിരുന്നു ആ പരാതി ഉള്ളടക്കം? അത് തീർച്ചയായും അത് പറയുന്നൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. CPM-ൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ തിരുത്തണമെന്ന അഭിപ്രായമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. നമസ്കാരം. പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു CPM എന്ന പാർട്ടി. ലോകത്തിൽ ആദ്യമായി ബാലറ്റ് സമ്പ്രദായത്തിലൂടെ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു മന്ത്രിസഭയുണ്ടായത് കേരളത്തിലാണ്. അന്നു മുതൽ ഇന്നോളം 1957-ൽ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയ്ക്ക് ശേഷം ഇന്ന് 2024-ൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ എത്തി നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ വളർച്ച. എന്നാൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിൽ നിന്നും ഇപ്പോൾ 2024-ലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടി, അതായത് CPM എന്ന പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. വിമർശനങ്ങളിൽ നിന്നും വിമർശനങ്ങളിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM എന്ന പാർട്ടിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും വ്യക്തമായ വിഭാഗീയത രൂപം കൊണ്ടിരിക്കുന്നു, പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈറ്റില്ലമായ നാടായ കണ്ണൂരിൽ പോലും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഓരോ ജില്ലാ സമിതിയിലും ഓരോ പഞ്ചായത്ത് സമിതിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്ന രീതിയിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ സ്വന്തം തട്ടകത്ത് പോലും, അതായത് കണ്ണൂരിൽ പോലും പിണറായി വിജയനെ സ്വന്തം പാർട്ടിക്കാർ പിന്തുണയ്ക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയൻ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോക്കും, പാർട്ടിയിൽ നിന്നും കൂട്ടത്തോടു കൂടി ആളുകൾ മറ്റുള്ള പാർട്ടിയിലേക്ക് ചേക്കേറുന്നതുമെല്ലാം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ DYFI ജില്ലാ പ്രസിഡന്റ് കൂടിയായ മനു തോമസ് പാർട്ടി വിട്ടുപോവുകയുണ്ടായി. CPM-നകത്തും കണ്ണൂർ DYFI-ക്കകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും വളരെ ചർച്ചാ വിഷയമായ, വിവാദ വിഷയമായ ഒന്ന് തന്നെയായിരുന്നു മനുവിന്റെ പാർട്ടി വിട്ടുപോക്ക്. എന്നാൽ മനു പാർട്ടി വിട്ടുപോയതിനു ശേഷം കണ്ണൂരിലെ പ്രമുഖ നേതാവായ CPM-ന്റെ അമരക്കാരൻ അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന ആള് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന P. ജയരാജൻ മനു തോമസിനെതിരെ P. ജയരാജന്റെ FB പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. P. ജയരാജന്റെ ഈ പോസ്റ്റ് മനു തോമസിനെ വിരളി പിടിപ്പിക്കുന്നതായിരുന്നു, മനു തോമസിനെ ചൊടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ എന്റെ പാർട്ടി വിട്ടുപോക്ക് P. ജയരാജൻ ഒരു വിവാദമാക്കിയതിന്റെ പേരിൽ ഞാനും ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനു തോമസ് തിരിച്ചടിക്കുകയായിരുന്നു. കണ്ണൂരിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പിന്നാമ്പുറങ്ങളിലെ കൊട്ടേഷൻ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ അത് P. ജയരാജനിൽ ചെന്ന് നിൽക്കും എന്നാണ് മനു നൽകിയ സൂചനകൾ. P. ജയരാജന്റെ മകനും P. ജയരാജനും സ്വദേശത്തും വിദേശത്തും കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ വ്യാപൃതരായിരുന്നു ഇത്രയും നാള് എന്ന് തന്നെയാണ് മനു തിരിച്ചടിച്ചത്. ഒരു കാരണവശാലും ഈ രീതി തുടർന്നു പോകുവാൻ അല്ലെങ്കിൽ ഈ രീതിയെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് താൻ ഇപ്പോഴെങ്കിലും പാർട്ടി വിട്ടു പോകാൻ സന്നദ്ധനായത് എന്നാണ് മനു തിരിച്ചടിച്ചത്. എന്നാൽ P. ജയരാജനാവട്ടെ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് പാർട്ടിയിൽ അച്ചടക്കമില്ലാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല, അത് എത്ര വലിയ ആളായാലും. മനുവിനെ തീർത്തും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു P. ജയരാജന്റെ കമന്റുകൾ അത്രയും. പാർട്ടിയെ താറടിച്ചു കാണിക്കുവാൻ വേണ്ടി ആരും പോരാളി ഷാജിമാരായി ചമയാൻ ശ്രമിക്കരുത്. ഈ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്, അതിനെ ചോദ്യം ചെയ്യുന്നവരാരായാലും തന്നെ പിന്നെ പാർട്ടിയിൽ ഉണ്ടായിരിക്കില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണെങ്കിൽ പോലും പാർട്ടിയോട് ഇത്തരത്തിൽ പെരുമാറുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നുള്ള താക്കീത് തന്നെയായിരുന്നു P. ജയരാജന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്, FB പേജിൽ ഉണ്ടായിരുന്നത്. എന്തായാലും P. ജയരാജനും മനു തോമസും തമ്മിലുള്ള ഈ വാഗ്വാദങ്ങൾ ഇങ്ങനെ കൊഴുക്കുന്നതിനിടയിൽ തന്നെയാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MP ജയരാജൻ ഒരു പ്രസ്താവന നടത്തിയത്. മനുവിനെ ആരും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. വ്യക്തിപരമായ കാര്യങ്ങളാൽ ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്നുള്ള സമവായത്തിന്റെ ഭാഷയിൽ തന്നെയാണ്
എം പി ജയരാജൻ സംസാരിച്ചത്. എന്നാൽ മനു തോമസ് ആകട്ടെ പി ജയരാജനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. കണ്ണൂരിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ അതിന്റെ കൊട്ടേഷൻ ആരിൽ ചെന്ന് നിൽക്കും എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് മനു തോമസ് പറയുമ്പോൾ, കണ്ണൂരിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ അല്ലെങ്കിൽ കൊലപാതക സംഘങ്ങളെ കൊട്ടേഷനുകളെ ഉപയോഗിച്ചുകൊണ്ട് പി ജയരാജൻ വഴിവിട്ട ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വേണം മനുവിന്റെ ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ. വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന CPM എന്ന പാർട്ടിക്ക് ഇത് കൂനിന്മേൽ കുരു പോലെ ആയിരിക്കുന്നു. ഈ വിഷയത്തിൽ മനു തോമസിന്റെ അഭിപ്രായം ആരാഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മനു തോമസ് തന്റെ പാർട്ടിയിൽ നിന്നുള്ള പിന്മാറ്റവും എന്താണ് പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ എന്താണെന്നും വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയ ആളാണ്. കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടി പ്രവർത്തനങ്ങൾക്കകത്ത് ഞാൻ പങ്കെടുക്കുന്നില്ല. അതേ തുടർന്ന് തന്നെ ഈ കഴിഞ്ഞ വർഷാവർഷമാണല്ലോ CPMൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന നടപടി ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ CPMൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന വേളയിൽ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കാനും തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് സ്വാഭാവികമായും അതിൻ്റെ സംഘടനാപരമായ രീതിക്കനുസരിച്ച് തന്നെ ഇപ്പോൾ ഒഴിവാക്കി, പാർട്ടി ഘടകത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നടപടിയായിരിക്കണം സ്വീകരിച്ചിട്ടുണ്ടാവുക. അതാണ് സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവിക ഒരു ചോദ്യമുണ്ടല്ലോ, അതായത് CPMൻ്റെ കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി അംഗം, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം, DYFIയുടെ ഏറ്റവും ശക്തമായ സംഘടനാ ബലമുള്ള കണ്ണൂരിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുന്ന മനു എന്തുകൊണ്ട് ഇങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചു? അല്ല, അത് ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ, സംഘടനയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ആ പാർട്ടി രംഗത്തു നിന്നല്ല സംഘടനാ രംഗത്തു നിന്നോ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ചോയ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തീരുമാനിച്ചത്. അതിന് പിന്നെ സ്വാഭാവികമായും ഘടകങ്ങളുണ്ടാവാം. ഞാൻ തുടങ്ങുന്നതിനും ഘടകം ഉണ്ടാകാം, അവസാനിപ്പിക്കുന്നതിനും ഘടകം ഉണ്ടാവാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ മാത്രമാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി എന്തുകൊണ്ട് എന്നൊരു ചോദ്യമില്ലേ, അത് പറയാൻ കഴിയില്ല, എന്തുകൊണ്ടാണത് വേണ്ടെന്ന് വെച്ചത്? അല്ല, ഞാനത് പറഞ്ഞിട്ടിപ്പോൾ പുതിയൊരു വിഭാഗത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. അത് നേരത്തെ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ ഊഹാപോഹങ്ങളൊക്കെ വന്ന കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഒരാളാണ്. ഇനിയിപ്പം ഞാനത് പറഞ്ഞിട്ട് വീണ്ടും അത് ഇപ്പം ആ സംഘടനക്കകത്തുനിന്ന് തിരുത്താൻ വേണ്ടി പോകുന്നില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് തിരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ട് ഇനി അത് സംഘടനക്കകത്തു നിന്ന് തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ പറയാൻ ആളല്ല. ചോദിക്കട്ടെ, അതായത് താങ്കൾ സംഘടനയ്ക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു നേതാവിനെ കുറിച്ച്, പദവി വഹിക്കുന്ന ഒരാളെക്കുറിച്ച്. എന്തായിരുന്നു ആ പരാതിയിൽ ഉള്ളടക്കം? അത് തീർച്ചയായും അത് പറയുന്നൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. CPMൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ തിരുത്തണമെന്ന അഭിപ്രായമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, അത്തരം കാര്യങ്ങളൊന്നും പൂർണ്ണമായി തിരുത്തി പോകാൻ കഴിയില്ല. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പല കാര്യങ്ങൾക്കകത്തും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, CPM സംബന്ധിച്ച് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരെയും പണക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ കാര്യം ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ തിരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ ന്യൂനപക്ഷമായിരിക്കും, അപ്പം അപ്പുറത്തായിരിക്കും ഭൂരിപക്ഷം ആളുകൾ. സ്വാഭാവികമായിട്ടും ഞാൻ മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്കിപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അതിനകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും നേടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം സഹിച്ചും കേട്ടും അറിഞ്ഞിട്ടും അറിയാതെയൊക്കെ എനിക്ക് വേണമെങ്കിൽ നിൽക്കാം. കുറച്ചുകൂടി